എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗമാരാ. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള, അള്ളാഹുവിന്റെ മലക്കുകളെ പടച്ചവനെ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ പടച്ചവനെ അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണം നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ പ്രപഞ്ചത്തിൽ ഒരാൾക്കും അറിയില്ലല്ലോ. ആ മലക്കുകളുടെ ദുആ കിട്ടുന്ന മഹത്തുക്കളാരാ, ആ ഭാഗ്യവാന്മാരാരെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ആ മലക്കുകളെ പടച്ചവനോട് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ആ ഭാഗ്യവാന്മാരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അവരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മാ وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم الجنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ കോടാനുകോടി മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളിൽ അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്ന മലക്കുകളിൽ ഏറ്റവും കൂടുതൽ പദവിയുള്ളവരാണ് അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകള്. ആ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ, ആ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. ആർക്ക് വേണ്ടിയാണ് ആ മലക്കുകൾ ദുആ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ആ മലക്ക് ദുആ ചെയ്യുന്നതെന്നറിയുമോ? പടച്ചവനെ ഖുർആൻ ഓതിയവനല്ല, നിസ്കരിച്ചവന് വേണ്ടി മാത്രമല്ല, സദഖ കൊടുത്തവന് വേണ്ടി മാത്രമല്ല, നന്മകൾ ചെയ്യുന്നവന് വേണ്ടി മാത്രമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന വിവിഐപികളായ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്തതെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്നവരെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ തെറ്റ് ചെയ്തവരാ, ഞാനും നിങ്ങളും ജീവിതത്തിൽ പാപം ചെയ്തവരാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആദമിന്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ, ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്ത മഅസൂമീങ്ങളായവരാരും ഇവിടെ ഇരിപ്പില്ലല്ലോ, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എങ്കിലും തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ആ ചെയ്തു പോയ തെറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാനിന്റെ രാത്രിയിലാണല്ലോ അള്ളാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ, പടച്ച റബ്ബേ ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റു വന്നു പോയി തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു പാപം നീ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയുകയാ, അള്ളാഹുവേ ഈ മനുഷ്യനെ നീ പുറത്തെടുക്കണേ അല്ലാ. അള്ളാഹുവിനോട് പറയുകയാണ്, ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം.
ഈ ദുആ ചെയ്യുകയാണ്. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നീ തൗബ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, പുറത്തു കൊടുക്കണേ തമ്പുരാനെ, പുറത്തു കൊടുക്കണേ തമ്പുരാന്, ഈ പെണ്ണിന്റെ പാപം പൊറുക്കണേ തമ്പുരാന്, ഇവളോട് കരുണ കാണിക്കണേ തമ്പുരാന്, ഇവളെ നീ പരിഗണിക്കണേ തമ്പുരാന്, കണ്ടില്ലെന്ന് നടിക്കല്ലേ തമ്പുരാന്. അല്ലാഹുവേ, നിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ഇവന്റെ പാപം പൊറുക്കണം തമ്പുരാന്, ഇവനോട് കരുണ കാണിക്കണം തമ്പുരാന്, അവന് തെറ്റ് പറ്റിപ്പോയി റബ്ബ്, അറിയാതെ ചെയ്തു പോയതാണ് റബ്ബ്, നീ പുറത്തു കൊടുക്കണമല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ, നിന്റെ നരകം ഇവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അല്ലോ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, റബ്ബനാ വഅദ്ഖിൽഹുമുൽ ജന്നതി അദ്നില്ലതി, അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം ഈ പെണ്ണിന് കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യുന്ന പെങ്ങള്, നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാണ്. നിന്റെ പാപം പൊറുക്കാൻ, നിന്നോട് കരുണ കാണിക്കാൻ, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ ദുആ ചെയ്യുകയാ. എന്നിട്ടവർ അല്ലാഹുവിനോട് പറയുകയാ, എന്നിട്ടവർ അല്ലാഹുവിനോട് പറയുകയാ, വമന സലഹ മിൻ ആബാഇഹിം, അല്ലാഹുവേ, ഈ പെണ്ണിന് മാത്രം സ്വർഗം കൊടുത്താ പോരാ അല്ലാഹ്, ഈ തൗബ ചെയ്യുന്ന പെണ്ണിന് മാത്രം സ്വർഗം കൊടുത്താ പോരാ, ഇവൾക്ക് ജന്മം കൊടുത്ത ഒരു പിതാവുണ്ടല്ലോ, ഇവൾക്ക് വേണ്ടി ജീവിച്ച ഒരു ബാപ്പയുണ്ട് റബ്ബേ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച, അതാ ഇവൾക്ക് പാല് കൊടുത്തി ഇവളെ പൊന്നുപോലെ വളർത്തിയ ഒരു ഉമ്മയുണ്ടല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, പള്ളി കെട്ടി കൊടുക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി തൗബയുടെ നിയ്യത്തുകൾ വെച്ചുകൊണ്ട് തൗബയുടെ ഷർത്തുകൾ കരുതിയിട്ടവിടുന്ന് ദുആ ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടാൻ, നിനക്ക് സ്വർഗം കിട്ടാൻ. പടച്ചവനെ, നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കാൻ അല്ലാഹുവോട് പറയുകയാ, ഇവളുടെ ഉപ്പയ്ക്കും നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവളുടെ ഉമ്മയ്ക്കും നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്. എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ്, വമന സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, അല്ലാഹ്, കള്ള് കുടിച്ചത് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്ന ചെറുപ്പക്കാരാ, വ്യഭിചരിച്ചത് പറയുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്ന് നടന്നത് പറയുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, ഇവന് സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവന് മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഒരു ഭാര്യയുണ്ട് റബ്ബേ, ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവളാ. അതുകൊണ്ട് വമന സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, ഇവന്റെ ഭാര്യയ്ക്കും സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവരുടെ ഭർത്താവിനും സ്വർഗം കൊടുക്കണം തമ്പുരാന്. എന്നിട്ടും മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, വമന സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, പടച്ചവനെ, ഇവന്റെ മക്കളുണ്ടല്ലോ, ഇവന്റെ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്.
ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ നീ രക്ഷപ്പെടുകയാണ്, നിന്റെ ബാപ്പ രക്ഷപ്പെടുകയാണ്, നിന്റെ ഉമ്മ രക്ഷപ്പെടുകയാണ്, നിന്റെ ഭാര്യ രക്ഷപ്പെടുകയാണ്, നിന്റെ മക്കള് രക്ഷപ്പെടുകയാണ്, കുടുംബസമേതം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടത്തിവിടാ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ നീ രക്ഷപ്പെടും, നിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടും, നിന്റെ ഭാര്യ സന്താനങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.